ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഹമീദ് ഫൈസി. നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത് 5ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി യൂണിറ്റ് 1-ലെ പന്തു കളിക്കാനൊരു പെൺകുട്ടി എന്ന പാഠഭാഗമാണ്. കാട്ടിൽ പോയ ശ്രീകൃഷ്ണനും കൂട്ടുകാരായ കുട്ടികളും എന്തൊക്കെ കളികളിലാണ് ഏർപ്പെട്ടതെന്ന് നമ്മൾ കണ്ടു. ഈ പാഠഭാഗത്ത് പന്തു കളിക്കാനുള്ള ആഗ്രഹവുമായി എത്തുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ് പറയുന്നത്. ഇത് എഴുതിയിരിക്കുന്നത് കലവൂർ രവികുമാർ എന്ന വ്യക്തിയാണ്. നമുക്ക് ആദ്യം അദ്ദേഹത്തെക്കുറിച്ച് അല്പം കാര്യങ്ങൾ അറിയാം. മലയാള ചലച്ചിത്ര രംഗത്തെ ഒരു തിരക്കഥാകൃത്തും സംവിധായകനുമാണ് കലവൂർ രവികുമാർ. 10ഓളം മലയാള ചലച്ചിത്രങ്ങൾക്ക് തിരക്കഥ രചിച്ചിട്ടുണ്ട്. ഒരിടത്തൊരു പുഴയുണ്ട്, ഫാദേഴ്സ് ഡേ എന്നീ ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പാഠഭാഗത്തേക്ക് പോകാം. പന്തു കളിക്കാനൊരു പെൺകുട്ടി എന്ന പാഠഭാഗം ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പങ്കുവയ്ക്കുന്നത് അതിൻ്റെ പാഠപുസ്തക പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെയാണ്. ആദ്യം നമുക്ക് പാഠത്തിൻ്റെ ആശയം നോക്കാം. പന്തു കളിക്കാനൊരു പെൺകുട്ടി എന്ന കഥയിൽ 3 കഥാപാത്രങ്ങളെയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. മഞ്ഞക്കിളി എന്നു പേരുള്ള ഒരാൺകുട്ടിയും അതോടൊപ്പം സുമംഗല എന്ന പെൺകുട്ടിയും വൈകുന്നേരം വീടിനടുത്തുള്ള മൈതാനത്ത് ഫുട്ബോൾ കളിക്കാൻ പോയപ്പോൾ അവിടെ പ്രകാശനുണ്ടായിരുന്നു. മഞ്ഞക്കിളിയെ ഗോളി നിർത്താനായിരുന്നു പ്രകാശന് താല്പര്യം. എന്നാൽ അവനാകട്ടെ കയറി കളിക്കാനായിരുന്നു ഇഷ്ടം. ഓരോ പന്തും കയ്യിൽ കിട്ടാതെ പോയി ഗോളാകുമ്പോൾ പ്രകാശൻ ദേഷ്യപ്പെടുക പതിവായിരുന്നു. എന്നാൽ എതിർ ടീമിൽ കളിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ മഞ്ഞക്കിളി കളിക്കുമായിരുന്നു. ഇവിടെയും അവൻ ഗോളി തന്നെയായിരുന്നു. അങ്ങനെയാണ് സുമംഗല എന്ന പെൺകുട്ടി പന്ത് കളിക്കാനായി അവിടെ എത്തുന്നത്. അവളുടെ അച്ഛൻ ഒരു നല്ല ഫുട്ബോൾ കളിക്കാരനായിരുന്നു. എന്നാൽ അവിടെയുള്ള ആൺകുട്ടികൾ അവളെ കളിക്കാൻ കൂട്ടിയില്ല. സങ്കടപ്പെട്ട് സുമംഗല അവിടെ നിന്നും പോയി. ഈ വിവരം മഞ്ഞക്കിളി അവൻ്റെ അമ്മയോട് ചെന്ന് പറഞ്ഞപ്പോൾ അമ്മ അവനെ വഴക്കു പറഞ്ഞു. പഴയ വനിതാ ലോകകപ്പ് മത്സരത്തിൻ്റെ വീഡിയോ ലാപ്ടോപ്പിൽ നിന്നും കാണിച്ചു കൊടുത്തു. അവൻ്റെ അമ്മ ഒരു പത്രപ്രവർത്തകയാണ്. ഒന്നും ആൺകുട്ടികളുടെ കുത്തകയല്ലെന്ന് അമ്മ മഞ്ഞക്കിളിയെ പറഞ്ഞു മനസ്സിലാക്കി. അമ്മ മഞ്ഞക്കിളിയെ പറഞ്ഞു മനസ്സിലാക്കി. സുമംഗലയ്ക്കും ഇഷ്ടപ്പെട്ട കളിയിൽ ഏർപ്പെടാൻ അവകാശമുണ്ട്. ഇത്രയുമാണ് പാഠഭാഗത്തിൻ്റെ ആശയം. ഇനി നമുക്ക് അതിൻ്റെ പാഠഭാഗത്തിൻ്റെ തുടർ പ്രവർത്തനങ്ങളെക്കുറിച്ച് നോക്കാം. ആദ്യം വാക്യങ്ങൾ, പ്രയോഗങ്ങൾ. ചില വാക്യങ്ങളിൽ ചില പദങ്ങൾ ചേരുമ്പോൾ ആ വാക്യങ്ങൾക്ക് പ്രത്യേകമായ ഒരു ഭംഗി ലഭിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് കൊട്ടയിൽ വാരി. ഇതിൻ്റെ അർത്ഥം പരാജയപ്പെടുത്തി എന്നാണ്. കൊട്ടയിൽ വാരി, ഇത് പാഠഭാഗത്ത് ഉദ്ദേശിച്ചിരിക്കുന്ന അർത്ഥം പരാജയപ്പെടുത്തി എന്നാണ്. അടുത്തത് കലിതുള്ളി. ദേഷ്യപ്പെട്ടു എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ഉദാഹരണത്തിന് കേരളത്തിൽ കാലവർഷം കലിതുള്ളി എന്നൊക്കെ പറയാറുണ്ടല്ലോ. കേരളത്തിൽ കാലവർഷം കലിതുള്ളി. സത്യത്തിൽ കലിതുള്ളി എന്ന വാക്കിൻ്റെ അർത്ഥം ദേഷ്യപ്പെട്ടു എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. അടുത്തത് പാഠപുസ്തക പ്രവർത്തനങ്ങളാണ്. കഥ ഉറക്കെ വായിക്കാം. 4-5 ഗ്രൂപ്പായി തിരിഞ്ഞ് ഗ്രൂപ്പിൽ ഓരോരുത്തരായി കഥ വായിച്ച് പൂർത്തിയാക്കുക. വായിക്കുമ്പോൾ ഉറക്കെ വായിക്കുമല്ലോ. ഇനി നമുക്ക് പാഠഭാഗത്തെ രസകരമായ പ്രയോഗങ്ങൾ ചർച്ച ചെയ്യാം. മഞ്ഞേ, നിന്റെ കൈ എന്താ ഓട്ടക്കൈയാണോ? ശരിക്കും മഞ്ഞയുടെ കയ്യിൽ ഓട്ടയുണ്ടോ? എന്നിട്ടും പ്രകാശൻ ഇങ്ങനെ പറഞ്ഞതിന് കാരണമെന്ത്? ചിന്തിച്ചിട്ടുണ്ടോ അതിന് കാരണം എന്തെന്ന്? നമുക്കത് നോക്കാം. പിടിച്ചെടുക്കാവുന്ന 1-2 പന്തുകൾ മനഃപൂർവ്വം മഞ്ഞക്കിളി വിട്ടുകളഞ്ഞു. ഇങ്ങനെ ചെയ്തപ്പോൾ അവനെ പരിഹസിച്ചു കൊണ്ടാണ് പ്രകാശൻ ഇങ്ങനെ പറയുന്നത്. നേരെയുള്ള അർത്ഥമല്ല ഈ വാക്കിനുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഉദാഹരണങ്ങൾ കൊട്ടയിൽ വാരി, കലിതുള്ളി എന്നൊക്കെ പറഞ്ഞത് നേരെയായിട്ടുള്ള അർത്ഥത്തിലല്ലല്ലോ. അതുപോലുള്ള അർത്ഥമാണ് പ്രകാശൻ ഇവിടെ മഞ്ഞക്കിളിയോട് പറഞ്ഞത്. മഞ്ഞക്കിളി, നിൻ്റെ കയ്യിലെന്താ ഓട്ടയുണ്ടോ എന്ന് ചോദിച്ചത്. അടുത്ത പാഠഭാഗത്ത് മകനോട് ഒരു ചോദ്യമാണ്. ഒന്നും ആൺകുട്ടികളുടെ കുത്തകയല്ല. അങ്ങനെ ചിന്തിക്കുന്നത് നല്ല ആൺകുട്ടികളുടെ ലക്ഷണവുമല്ല. എന്തുകൊണ്ട്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു കുറിപ്പായി എഴുതൂ. ഒന്നും ആൺകുട്ടികളുടെ കുത്തകയല്ല, അങ്ങനെ ചിന്തിക്കുന്നത് നല്ല ആൺകുട്ടികളുടെ ലക്ഷണവുമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു കുറിപ്പായിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും തമ്മിൽ വേർതിരിച്ച് നിർത്തുന്നത് ശരിയല്ല എന്നാണ് അമ്മയുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്.
ആൺകുട്ടികളെയും പെൺകുട്ടികളെയും തമ്മിൽ വേർതിരിച്ച് നിർത്തുന്നത് ശരിയല്ല എന്നാണ് അമ്മയുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. സമൂഹത്തിൽ ആൺ പെൺ വ്യത്യാസത്തിൻ്റെ ആവശ്യമില്ല. പുരുഷന്മാർ ചെയ്യുന്ന എല്ലാ ജോലിയും ഇക്കാലത്ത് സ്ത്രീകൾ ചെയ്യുന്നുണ്ട്. പണ്ടുകാലത്ത് പുരുഷന്മാർ ജോലിക്ക് പോകുന്നു, സ്ത്രീകൾ വീട്ടുകാര്യങ്ങൾ നോക്കുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. എല്ലാ ജോലിയും എല്ലാവർക്കും ചെയ്യാം. വളർന്നു വരുന്ന തലമുറയിൽ ആൺ പെൺ വ്യത്യാസമെന്ന മനോഭാവം കൊണ്ട് നടക്കുന്നത് തെറ്റാണെന്നാണ് അമ്മയുടെ അഭിപ്രായം. അങ്ങനെ ചിന്തിക്കുന്നത് നല്ല ആൺകുട്ടികൾക്ക് ചേർന്നതല്ല എന്നുകൂടി അമ്മ പറയുന്നുണ്ട്. സാമൂഹ്യ രാഷ്ട്രീയ ഭരണശാസ്ത്ര മേഖലകളിൽ സ്ത്രീകൾ ഇന്ന് ഉയർന്ന നിലയിലാണുള്ളത്. അതുകൊണ്ട് ആൺ പെൺ വ്യത്യാസം ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല. മനസ്സിലായില്ലേ? അടുത്തത് നമുക്ക് മഞ്ഞക്കിളിയുടെ ഡയറിയാണ്. ചോദ്യം ഇങ്ങനെയാണ്: പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. മഞ്ഞക്കിളി തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. അവന് ഉറക്കം വന്നതേയില്ല. സംഭവങ്ങൾ ഓരോന്നായി അവൻ്റെ മനസ്സിൽ മിന്നിമറഞ്ഞു. അവൻ തൻ്റെ ഡയറി കയ്യിലെടുത്ത് എഴുതാൻ തുടങ്ങി. മഞ്ഞക്കിളിയുടെ അന്നത്തെ ഡയറി കുറിപ്പ് എങ്ങനെയായിരിക്കും? എഴുതി നോക്കൂ. ഇതാണ് ചോദ്യം. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. മഞ്ഞക്കിളി തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. അവന് ഉറക്കം വരുന്നതേയില്ല. സംഭവങ്ങൾ ഓരോന്നായി അവൻ്റെ മനസ്സിൽ മിന്നിമറഞ്ഞു. അവൻ തൻ്റെ ഡയറി എടുത്ത് അന്ന് നടന്ന കാര്യങ്ങൾ ഡയറിയിൽ എഴുതാൻ തുടങ്ങി. അവൻ എന്തായിരിക്കും എഴുതിയിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് എഴുതി നോക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മഞ്ഞക്കിളിയുടെ ഡയറി എഴുതി നോക്കിയാലോ? ആദ്യമായിട്ട് ഡേറ്റും എഴുതണം. 2024 ഏപ്രിൽ 15, സമയം രാത്രി 10 മണി. ഡയറി തുടങ്ങുന്നത് ഇങ്ങനെയാണ്: കുട്ടികളെല്ലാം സ്കൂൾ ഗ്രൗണ്ടിൽ എത്തിയിരുന്നു. ചൂട് അല്പം കുറഞ്ഞ സമയമായിരുന്നു. തലേ ദിവസം ഒരു ചെറിയ മഴ പെയ്തിരുന്നത് കൊണ്ട് പൊടിയെല്ലാം കുറച്ചൊക്കെ ഇല്ലാതായെന്ന് പറയാം. ഞങ്ങൾ പന്ത് കളിക്കാൻ ഒരുക്കങ്ങൾ കൂട്ടി. 5 പേർ വീതം 2 ടീമിലും. പ്രകാശൻ പന്ത് കിക്ക് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോഴാണ് സുമംഗല ഗ്രൗണ്ടിൻ്റെ അങ്ങേയറ്റത്തു നിന്നും ഓടി വരുന്നത് കണ്ടത്. ഓടി വരുന്നതിനിടയിൽ അവൾ വിളിച്ചു പറയുന്നത് കേട്ടു: നിൽക്ക്, എന്നെയും കൂടി കളിക്ക് കൂട്ട്. അവൾ അടുത്തെത്തിയപ്പോൾ പ്രകാശൻ പറഞ്ഞു: നീ വീട്ടിൽ പോയി കഞ്ഞിയും കറിയും വെച്ച് കളിക്ക്. അത് കേട്ടപ്പോൾ അവൾ വളരെ വിഷമിച്ചു. ഞാൻ ഈ വിവരം അമ്മയോട് പറഞ്ഞു. അമ്മ എന്നെ വഴക്ക് പറഞ്ഞു. അമ്മ ഒരു പത്രപ്രവർത്തകയായി മാറിയത് എങ്ങനെയാണെന്നും അതിൽ അച്ഛൻ്റെ പിന്തുണ എത്ര വലുതായിരുന്നു എന്നും എനിക്ക് മനസ്സിലായി. പ്രകാശൻ ചെയ്തത് ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ തോന്നൽ. ഇത്രയുമാണ് മഞ്ഞക്കിളിയുടെ ഡയറി. അടുത്തത് നമ്മുടെ ക്ലാസ് കായികോത്സവം. ടോമോയിലെ കായികമേളയെക്കുറിച്ച് മനസ്സിലാക്കിയല്ലോ. എല്ലാവരെയും പങ്കെടുപ്പിച്ച് നമുക്കൊരു കായികമേള നടത്തിയാലോ? എന്തെല്ലാം ഒരുക്കങ്ങൾ വേണം? ഏതെല്ലാം ഇനങ്ങൾ ഉൾപ്പെടുത്തണം? എവിടെ വെച്ച് നടത്തണം? ആവശ്യമായ പ്രചരണം എങ്ങനെയെല്ലാം? എവിടെ വെച്ച് നടത്തണം? വിജയികൾക്ക് സമ്മാനം വേണ്ടേ? ഇതിനാദ്യമായി നമ്മൾ നോട്ടീസ് തയ്യാറാക്കണം, പോസ്റ്റർ നിർമ്മിക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പോസ്റ്റർ തയ്യാറാക്കുന്നതെന്നും നോട്ടീസ് നിർമ്മിക്കുന്നതെന്നും ഒക്കെ നോക്കാം. ക്ലാസ്സിലെ കായികമേള നടത്തുന്നതിന് ക്ലാസ് അധ്യാപകനുമായി കുട്ടികൾ ഈ കാര്യം സംസാരിക്കണം. സ്കൂളിൽ കായിക അധ്യാപകനുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹായവും തേടാം. സ്കൂൾ ഗ്രൗണ്ടിൽ ഇതിനു വേണ്ട ക്രമീകരണം നടത്തണം. ഓട്ടമത്സരത്തിനുള്ള ട്രാക്ക് വരയ്ക്കണം. ചാട്ട മത്സരങ്ങൾക്ക് ആവശ്യമായ പിറ്റ് തയ്യാറാക്കണം. ഇനി നമുക്ക് നോട്ടീസ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന മാതൃക നോക്കാം. ആദ്യം സ്കൂളിൻ്റെ പേര് എഴുതണം. ഉദാഹരണത്തിന് ഗവൺമെൻറ് ഹൈസ്കൂൾ അങ്ങാടിക്കൽ, ചെങ്ങന്നൂർ. ഇനി നമുക്ക് അതിലുള്ള വിഷയം എന്താണെന്ന് പറയണം. ഉദാഹരണത്തിന് ഇപ്പോൾ മാന്യരെ, അങ്ങാടിക്കൽ ഗവൺമെൻറ് ഹൈസ്കൂളിൽ 5ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ കായിക ദിനം നവംബർ മാസം 5-ാം തീയതി നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന വിവരം എല്ലാവരെയും അറിയിച്ചുകൊള്ളുന്നു. മാതാപിതാക്കളെയും നല്ലവരായ നാട്ടുകാരെയും സ്കൂൾ ഗ്രൗണ്ടിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു എന്ന് ഹെഡ് മാസ്റ്റർ. അതുപോലെ തന്നെ നോട്ടീസിൽ സ്കൂൾ ലീഡർ, ക്ലാസ് ലീഡർ, PTA പ്രസിഡൻറ്റ് എല്ലാവരെയും ഉൾക്കൊള്ളിക്കണം. അതിനുശേഷം അതിൻ്റെ തുടർച്ചയായി കൊടുക്കേണ്ടത് കാര്യപരിപാടി. ആദ്യമായി ഈശ്വര പ്രാർത്ഥന, സ്കൂൾ ഗായക സംഘം, പതാക ഉയർത്തൽ. ആരെയാണോ നമ്മൾ പതാക ഉയർത്താൻ വിളിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേര് അവിടെ ചേർക്കണം. സ്വാഗതം, ക്ലാസ് ലീഡർ സ്വാഗതം പറയണം. അധ്യക്ഷ പ്രസംഗം, ഹെഡ് മാസ്റ്ററെ കൊണ്ട് നമ്മൾ അധ്യക്ഷ പ്രസംഗം നടത്തിക്കണം. സമ്മാന വിതരണം, നമ്മൾ ആരെയാണോ സമ്മാന വിതരണത്തിന് ക്ഷണിച്ചിരിക്കുന്നത് അവരുടെ പേര് അവിടെ ചേർക്കണം. ഇങ്ങനെയാണ് നമ്മളൊരു നോട്ടീസ് തയ്യാറാക്കേണ്ടത്. ഇനി നമുക്ക് പോസ്റ്റർ നിർമ്മിക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കാം.
അതിൻ്റെ ഒരു മാതൃക ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. മാതൃകയിൽ ഇങ്ങനെയാണ്: ഗവൺമെൻറ് ഹൈസ്കൂൾ, അങ്ങാട്ടിക്കൽ, ചെങ്ങന്നൂർ. കായിക ദിനം സ്റ്റാൻഡേർഡ് 5, തീയതി നവംബർ 5, 2024. സമയം രാവിലെ 10 മുതൽ വൈകുന്നേരം 4 വരെ. സ്ഥലം സ്കൂൾ ഗ്രൗണ്ട്. ഇതിൻ്റെ മാതൃകയിലാണ് നമ്മൾ പോസ്റ്റർ നിർമ്മിക്കേണ്ടത്. ഇനിയുള്ളത് ദൃക്സാക്ഷി വിവരണമാണ്. ഏതെങ്കിലും ഒരു സംഭവത്തിൻ്റെ സത്യസന്ധമായ വിവരണമാണ് ദൃക്സാക്ഷി വിവരണം. സ്പോർട്സ് മത്സരങ്ങൾക്ക് ഒഴിവാക്കാനാവാത്ത ഇനമാണ് ദൃക്സാക്ഷി വിവരണം. വള്ളംകളി, ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാസ്കറ്റ്ബോൾ, കബഡി തുടങ്ങിയ ഏതു മത്സരങ്ങളിലും കാണികളെ ആവേശം കൊള്ളിക്കാൻ ഇതിന് കഴിയുന്നുണ്ട്. ദൃക്സാക്ഷി വിവരണം എങ്ങനെയാണെന്ന് കൂട്ടുകാർക്കറിയാമോ? നമുക്കതിൻ്റെ ഒരു മാതൃക നോക്കാം. പ്രിയപ്പെട്ടവരെ, അങ്ങാടിക്കൽ ഗവൺമെൻറ് ഹൈസ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ വാശിയേറിയ ഓട്ടമത്സരം ഇവിടെ ആരംഭിക്കുകയാണ്. 100 മീറ്റർ ഓട്ടത്തിനായുള്ള കുട്ടികൾ എല്ലാം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതാ വിസിൽ മുഴങ്ങുന്നു. അപ്പ് 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 അപ്പ്. പിൻനിരയിൽ നിന്നിരുന്ന വിപിൻ മുന്നിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. മുന്നിലോടിയ എല്ലാവരെയും പിന്നിലാക്കിക്കൊണ്ട് അവൻ ഫിനിഷിംഗ് പോയിന്റിലേക്ക് കടന്നിരിക്കുന്നു. ഓടി അവൻ 1ാം സ്ഥാനം നേടിയിരിക്കുന്നു. ഇതുപോലുള്ള മാതൃകയിലാണ് നമ്മൾ ദൃക്സാക്ഷി വിവരണം പറയേണ്ടത്. കൂട്ടുകാർ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പറഞ്ഞു നോക്കൂ. ഇനി നമുക്ക് കേരളത്തിലെ വനിതാ കായിക പ്രതിഭകളെ പരിചയപ്പെടാം. ആദ്യമായി PT ഉഷ. ഇന്ത്യയിലെ ഏറ്റവും മികച്ച കായിക താരങ്ങളിൽ ഒരാളായിരുന്നു PT ഉഷ. PT ഉഷ എക്കാലത്തെയും മികച്ച ഓട്ടക്കാരിയായിരുന്നു. 1984 പത്മശ്രീ നൽകി ആദരിച്ചു. അർജുന അവാർഡും ലഭിച്ചിട്ടുണ്ട്. 1985 1986 ലോക അത്ലറ്റിക്സിലെ മികച്ച 10 താരങ്ങളിൽ ഒരാൾ ഉഷയായിരുന്നു. ഇപ്പോൾ വളർന്നുവരുന്ന കായിക പ്രതിഭകളെ പരിശീലിപ്പിക്കാൻ ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് നടത്തുന്നു. അടുത്തത് അഞ്ജു ബോബി ജോർജ്. പ്രശസ്തയായ ഇന്ത്യൻ ലോങ് ജമ്പ് താരമാണ് അഞ്ജു ബോബി ജോർജ്. 2003 പാരീസിൽ നടന്ന ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ലോങ് ജമ്പിൽ വെങ്കലം നേടിയതോടെ പ്രശസ്തയായി. അടുത്തത് ഷൈനി വിൽസൺ. കേരളത്തിൽ നിന്നുള്ള മധ്യദൂര ഓട്ടക്കാരിയായിരുന്നു. ഒളിമ്പിക്സിൽ ഏതെങ്കിലും ഇനത്തിൽ ആദ്യമായി സെമിഫൈനലിലെത്തിയ ആദ്യത്തെ വനിതാ താരമെന്ന അപൂർവ നേട്ടത്തിനുടമയാണ്. 2 മിനിറ്റിൽ താഴെ ആദ്യമായി 800 മീറ്റർ ഓടിത്തീർത്ത ഇന്ത്യൻ വനിതയാണ് ഷൈനി വിൽസൺ. അടുത്തത് ചോദ്യോത്തരങ്ങളാണ്. നമുക്കതിൻ്റെ ചോദ്യോത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം: പ്രകാശൻ കലിതുള്ളാൻ കാരണമെന്ത്? പിടിക്കാവുന്ന പന്തുകൾ വിട്ടുകളഞ്ഞപ്പോഴാണ് പ്രകാശൻ കലിതുള്ളിയത്. അതിൻ്റെ ഉത്തരമാണ് പിടിക്കാവുന്ന പന്തുകൾ വിട്ടുകളഞ്ഞപ്പോഴാണ് പ്രകാശൻ കലിതുള്ളിയത്. രണ്ടാമത്തെ ചോദ്യം: അപ്പോൾ നിനക്ക് പന്ത് പിടിക്കാൻ അറിയാം, ഇങ്ങനെ പ്രകാശൻ പറയാൻ കാരണമെന്ത്? അതിൻ്റെ ഉത്തരമാണ് പ്രകാശൻ അടിച്ചുവിട്ട പന്തുകൾ ഗോളാകാതിരിക്കാൻ മഞ്ഞക്കിളി കഠിന പരിശ്രമം നടത്തി, അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ പറഞ്ഞത്. അടുത്ത ചോദ്യം ഇതാണ്: സുമംഗലയുടെ അച്ഛൻ പന്തുകളിയിൽ നിന്ന് പിന്മാറിയത് എന്തുകൊണ്ട്? അതിൻ്റെ ഉത്തരം ഫുട്ബോൾ കളിയിൽ പരിക്ക് പറ്റിയത് കൊണ്ടാണ് അദ്ദേഹം പന്തുകളിയിൽ നിന്ന് പിന്മാറിയത്. അടുത്ത ചോദ്യം: ഫുട്ബോൾ കളിക്കാനെത്തിയ സുമംഗലയോട് പ്രകാശൻ പറഞ്ഞത് എന്താണ്? അതിൻ്റെ ഉത്തരമാണ് പെൺകുട്ടികളെ ഫുട്ബോൾ കളിക്കാൻ കൂട്ടാനോ അവർക്ക് പറ്റിയ കളിയാണോ ഫുട്ബോൾ? നീ പോയി കഞ്ഞിയും കറിയും വെച്ച് കളിക്ക്. ഇങ്ങനെയാണ് പ്രകാശൻ പറഞ്ഞത്. എന്താണ് പ്രകാശൻ പറഞ്ഞത്? പെൺകുട്ടികളെ ഫുട്ബോൾ കളിക്കാൻ കൂട്ടാനോ അവർക്ക് പറ്റിയ കളിയാണോ ഫുട്ബോൾ? നീ പോയി കഞ്ഞിയും കറിയും വെച്ച് കളിക്ക്. ഇങ്ങനെയാണ് പ്രകാശൻ പറഞ്ഞത്. അടുത്ത ചോദ്യം: സുമംഗലയെ ഫുട്ബോൾ കളിക്ക് കൂട്ടാതായ കാര്യം മഞ്ഞക്കിളി അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മയുടെ പ്രതികരണം എന്തായിരുന്നു? സുമംഗലയെ ഫുട്ബോൾ കളിക്ക് കൂട്ടാതായ കാര്യം മഞ്ഞക്കിളി അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മയുടെ പ്രതികരണം എന്തായിരുന്നു? അതിൻ്റെ ഉത്തരം നോക്കാം. പെൺകുട്ടികളെ ഫുട്ബോൾ കളിയിൽ നിന്നും മാറ്റി നിർത്തുന്നത് ശരിയല്ല എന്ന് അമ്മ പറഞ്ഞു. ലോകകപ്പ് വനിതാ ഫുട്ബോൾ മത്സരങ്ങൾ അമ്മ ലാപ്ടോപ്പിൽ നിന്നും അവന് കാണിച്ചു കൊടുത്തു. ബ്രസീലിൻ്റെ താരം മാർത്തയുടെ മിന്നുന്ന പ്രകടനവും കാണിച്ചു കൊടുത്തു. ഫുട്ബോൾ കളിയിൽ സുമംഗലയെ കൂട്ടാതിരുന്നത് തെറ്റാണെന്ന് അവന് തോന്നി തുടങ്ങി. അതുകൊണ്ടാണ് മഞ്ഞക്കിളിക്ക് സന്തോഷമില്ലാതിരുന്നത്.
അടുത്ത ചോദ്യം, ഒന്നും ആൺകുട്ടികളുടെ കുത്തകയല്ലെന്ന് അമ്മ പറയാൻ കാരണമെന്ത്? ഒന്നും ആൺകുട്ടികളുടെ കുത്തകയല്ലെന്ന് അമ്മ പറയാൻ കാരണമെന്ത്? ഉത്തരം നോക്കാം. ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ പഠനകാര്യങ്ങളിലോ ജോലിയുടെ കാര്യത്തിലോ യാതൊരു വേർതിരിവുമില്ല. പുരുഷന്മാർ ചെയ്യുന്ന പല ജോലികളും ഇന്ന് സ്ത്രീകൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആൺ പെൺ വ്യത്യാസം ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല. അടുത്ത ചോദ്യം, പ്രകാശൻ ഒരിക്കൽ കൂടി ക്ഷുഭിതനായി എന്തുകൊണ്ട്? അതിൻ്റെ ഉത്തരം നോക്കാം. സുമംഗല മൈതാനത്ത് വന്ന് അവളെ ഫുട്ബോൾ കളിയിൽ കൂട്ടാമോ എന്ന പഴയ ചോദ്യം വീണ്ടും ചോദിച്ചു. അപ്പോഴാണ് പ്രകാശൻ ഒരിക്കൽ കൂടി ക്ഷുഭിതനായത്. അടുത്ത ചോദ്യം നോക്കാം. ഇവരുടെ വഴക്ക് കാണുമ്പോൾ ഞാൻ സന്തോഷിക്കേണ്ടതാണ്, പക്ഷേ എനിക്ക് അന്ന് അത്ര സന്തോഷം വന്നില്ല. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? അതിൻ്റെ ഉത്തരം നോക്കാം. അമ്മയുടെ ഉപദേശം മഞ്ഞക്കിളിയുടെ മനസ്സിലുണ്ട്. സുമംഗലയെ ഫുട്ബോൾ കളിയിൽ കൂട്ടാതിരിക്കുന്നത് തെറ്റാണെന്ന് അവന് തോന്നിത്തുടങ്ങി. അതുകൊണ്ടാണ് അവന് സന്തോഷം ഇല്ലാതിരുന്നത്. ഇത്രയുമാണ് പന്ത് കളിക്കാൻ ഒരു പെൺകുട്ടി എന്ന പാഠഭാഗത്തിൻ്റെ പാഠപുസ്തക പ്രവർത്തനങ്ങളും ചോദ്യങ്ങളുമെല്ലാം. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്സ്.